ലാളിത്യത്തോടെ ജീവിച്ച് രാജ്യം ഭരിച്ചിരുന്ന ഒരു രാജാവ് പണ്ടുണ്ടായിരുന്നു. തൻ്റെ പ്രജകളെ കാണാൻ ഇടയ്ക്കിടയ്ക്കൊക്കെ രാജവീഥികളിലൂടെയും ഗ്രാമപാതകളിലൂടെയുമൊക്കെ ഈ രാജാവ് സവാരി ചെയ്യുമായിരുന്നു. നിഷ്പാദകനായി അപ്രകാരം ഈ പാതകളിലൂടെയൊക്കെ സഞ്ചരിക്കുമ്പോൾ രാജാവിൻ്റെ ആ മൃദുല പാദങ്ങൾ പലപ്പോഴും ഈ പരുപരുത്ത കല്ലുകൾ കൊണ്ടും വഴിയരികിലെ മുള്ളുകൾ കൊണ്ടൊക്കെ പോറലും മുറിവുകളുമൊക്കെ സംഭവിക്കുമായിരുന്നു. ഒരു ദിവസം ഇങ്ങനെ സവാരി കഴിഞ്ഞ് തിരികെ രാജകൊട്ടാരത്തിലെത്തിയപ്പോൾ രാജാവ് അദ്ദേഹത്തിൻ്റെ മന്ത്രിയെയും രാജസേവകരെയും എല്ലാവരെയും വിളിച്ചുകൂട്ടി പറഞ്ഞു, ഇത് ഒരു രാജകൽപ്പനയാണ്. ഇനി മുതൽ ഞാൻ നടക്കാൻ പോകുന്ന ആ പാതകളിൽ പട്ടുമെത്തയും പരവതാനിയും വിരിച്ചിരിക്കണം. ഇതിന് ഒരു മാറ്റമില്ല. രാജാവ് അപ്രകാരം പറഞ്ഞപ്പോൾ മന്ത്രി അദ്ദേഹത്തിൻ്റെ ചെവിയിലേക്ക് മന്ത്രിച്ചു, രാജാവേ ക്ഷമിക്കണം, ഒരു നിർദ്ദേശം പറഞ്ഞുകൊള്ളട്ടെ. അങ്ങ് പോകുന്ന ഈ വഴികളിലെല്ലാം ഇങ്ങനെ പട്ടുമെത്തയും പരവതാനിയും വിരിക്കുന്നതിന് പകരം അങ്ങയുടെ കാലിൽ പാദരക്ഷകൾ ഉപയോഗിച്ചാൽ മതിയല്ലേ? അപ്പോൾ അങ്ങയുടെ പാദങ്ങൾക്ക് ഈ പോറലും മുറിവും ഒന്നും സംഭവിക്കാതെ സുരക്ഷിതമായിരിക്കുമല്ലോ. യഥാർത്ഥത്തിൽ ടോൾസ്റ്റോയിയാണ് ഇപ്രകാരം പറഞ്ഞത്, Everyone thinks of changing the world, but no one thinks of changing himself. എല്ലാവരുടെയും ആഗ്രഹമാണ് തനിക്ക് ചുറ്റുമുള്ള ഈ ലോകം മുഴുവൻ മാറ്റിയെടുക്കണമെന്ന്. എന്നാൽ സ്വയം പരിവർത്തന വിധേയനാകുവാൻ, സ്വയം ജീവിതത്തിന് മാറ്റമുണ്ടാകാൻ പലരും ശ്രദ്ധിക്കാറില്ല. നാസി തടങ്കൽ പാളയത്തിൽ ദീർഘനാൾ പ്രതിസന്ധികളുടെയും പ്രയാസങ്ങളുടെയും അനുഭവത്തിലൂടെ കടന്നു പോകുകയും ഇങ്ങനെ പ്രശ്നങ്ങളുടെ നടുവിലും എപ്രകാരം പ്രശാന്തതയോടുകൂടെ ജീവിക്കാനാകുമെന്ന വിധത്തിൽ ഒരു മാനസിക ആരോഗ്യ പരിപാടി ലോഗോതെറപ്പി രൂപപ്പെടുത്തിയെടുത്ത വിക്ടർ ഫ്രാങ്ക്ലിൻ എന്ന വിഖ്യാതനായ എഴുത്തുകാരൻ, മനഃശാസ്ത്രജ്ഞൻ, പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ മാൻ സെർച്ച് ഫോർ മീനിങ് എന്ന പുസ്തകത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്, വെൻ വി ആർ നോ ലോങ്ങർ ഏബിൾ ടു ചേഞ്ച് ദ സിറ്റുവേഷൻ, വി ആർ ചാലഞ്ച്ഡ് ടു ചേഞ്ച് അവർ സെൽവ്സ്. അതായത് നമുക്ക് ചുറ്റുമുള്ള ഈ അവസ്ഥകളും സാഹചര്യങ്ങളുമെല്ലാം മാറ്റം വരുത്തുവാൻ നമുക്ക് സാധ്യമല്ലാതാകുമ്പോൾ നാം തന്നെ പരിവർത്തന വിധേയമാകുവാൻ നിർബന്ധിക്കപ്പെടുന്നു. വി ആർ ചാലഞ്ച്ഡ് ടു ചേഞ്ച് അവർ സെൽവ്സ്. നാം തന്നെ മാറ്റം വരുത്തുവാൻ വേണ്ടി വെല്ലുവിളിക്കപ്പെടുന്നു. മഹാത്മാഗാന്ധിയാണ് ഇപ്രകാരം പറഞ്ഞത്, ബി ദ ചേഞ്ച് യു വിഷ് ടു സീ ഇൻ ദ വേൾഡ് എന്ന്. അതായത് നിങ്ങൾ ഈ ലോകത്തിൽ നിങ്ങളുടെ ചുറ്റുപാടുകളിൽ എന്തെല്ലാം മാറ്റം വരണമെന്ന് ആഗ്രഹിക്കുന്നുവോ ആ മാറ്റം ആദ്യം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുക. യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിലെ ഓരോ ദിവസവും നമുക്ക് പ്രധാനപ്പെട്ടതാണ്. അതെല്ലാം നമ്മുടെ ജീവിതം കൂടുതൽ മെച്ചപ്പെട്ടതായി മാറുവാനുള്ളതാണ്. ഓരോ വർഷവും നമ്മുടെ ജീവിതത്തിൽ നിന്ന് കൊഴിഞ്ഞു വീഴുമ്പോൾ അതെല്ലാം നമ്മുടെ ജീവിതത്തെ തന്നെ ഒരുപടി മെച്ചപ്പെടുത്തുവാൻ, കൂടുതൽ ജീവിതം തന്നെ മനോഹരമാക്കാൻ, ഐശ്വര്യപ്രദമാക്കുവാൻ വേണ്ടിയുള്ളതാണ്. ഓരോ വർഷം കൊഴിയുമ്പോഴും അത് ഒരു വൃക്ഷത്തിൽ നിന്നും ഇല കൊഴിയുന്നത് പോലെ തന്നെയാണ്. ഓരോ ദിവസം കൊഴിയുമ്പോഴും
ഇങ്ങനെ ഓരോ പഴുത്തിലകൾ ആ മരത്തിൽ നിന്ന്, വൃക്ഷത്തിൽ നിന്ന് താഴെ വീഴുന്നത് പോലെയാണ്. ആ വൃക്ഷത്തിന് ഈ പഴുത്ത ഇല കൊഴിഞ്ഞു വീഴുമ്പോൾ എന്നേക്കുമായി അത് നഷ്ടപ്പെടുന്നത് പോലെ നമ്മുടെയും ജീവിതത്തിൽ കൊഴിഞ്ഞു വീഴുന്ന ഓരോ ദിനവും, കടന്നു പോകുന്ന ഓരോ വർഷവും നമ്മിൽ നിന്ന് എന്നേക്കുമായി അകന്നു പോകുന്നു. പക്ഷേ ഈ കൊഴിഞ്ഞു വീഴുന്ന പഴുത്തില ഈ വൃക്ഷത്തിന് വളമാകുന്നത് പോലെ തന്നെ നമ്മുടെ ഇന്നലെകൾ, കഴിഞ്ഞുപോയ നാളുകൾ നമ്മുടെ ജീവിതത്തിന് അനുഗ്രഹപ്രദമായി മാറണം. തിക്താനുഭവങ്ങളുണ്ടാകാം, ദുരന്തരങ്ങളും നൊമ്പരങ്ങളുമൊക്കെ കഴിഞ്ഞുപോയ കാല ജീവിതത്തിൽ വന്നേക്കാം. എങ്കിൽ പോലും ഈ ജീവിതം ഈ കഴിഞ്ഞുപോയ കാലത്തിലെ അനുഭവങ്ങൾ കൊണ്ട് കൂടുതൽ സമ്പന്നമാക്കാൻ, ഐശ്വര്യപ്രദമാക്കാനാണ് നമുക്ക് സാധിക്കേണ്ടത്. വെളിപാടിൻ്റെ പുസ്തകം 21-ാം അധ്യായം 5-ാം വാക്യം വളരെയേറെ ശ്രദ്ധേയമാണ്. സിംഹാസനത്തിലിരിക്കുന്നവൻ പറഞ്ഞു, ഇതാ സകലതും ഞാൻ നവീകരിക്കുന്നു. ഇതാ സകലതും ഞാൻ നവീകരിക്കുന്നു. ദൈവം നമ്മുടെ അനുദിന ജീവിതത്തിൽ അവിടുത്തെ സന്തത സാമീപ്യം വഴി, അവിടുന്ന് നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്നത് വഴി നമ്മുടെ ജീവിതം കൂടുതൽ നവീകരിക്കപ്പെടുന്നു. ഇസയാസ് പ്രവാചകനും പറഞ്ഞത് ഇത് തന്നെയാണ്. 43-ാം അധ്യായം 19-ാം വാക്യത്തിൽ, കഴിഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഓർക്കുകയോ പരിഗണിക്കുകയോ വേണ്ട, ഇതാ ഞാൻ ഒരു പുതിയ കാര്യം ചെയ്യുന്നു. അങ്ങനെ കഴിഞ്ഞുപോയ കാര്യങ്ങളെല്ലാം കടന്നുപോയി. ദൈവം നമ്മുടെ ജീവിതത്തിൽ ഓരോ ദിനവും പ്രവർത്തിക്കുമ്പോൾ അത് ഒരു പുതിയ അനുഭവത്തിലേക്ക്, ഒരു പുതിയ സമ്പന്നതയിലേക്ക് നമ്മെ കൈപിടിച്ച് നടത്തുകയാണ്. പൗലോസ് അപ്പോസ്തലൻ കൊറിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 5-ാം അധ്യായം 17-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നതും ശ്രദ്ധേയമാണ്. ക്രിസ്തുവിൽ ആയിരിക്കുന്നവൻ ഒരു പുതിയ സൃഷ്ടിയാണ്. പഴയത് കടന്നുപോയി, ഇതാ പുതിയത് വന്നു കഴിഞ്ഞു. ക്രിസ്തുവിനോടൊപ്പം ആയിരിക്കുമ്പോൾ നമ്മുടെ ജീവിതം അനുദിനം കൂടുതൽ സമ്പന്നമാകണം, ഐശ്വര്യപ്രദമാകണം. യേശു എന്നോടൊപ്പം ഉള്ളപ്പോൾ എൻ്റെ ജീവിതം കൂടുതൽ പ്രശാന്തതയോടുകൂടെ, സന്തോഷത്തോടുകൂടെ മുന്നോട്ട് പോകണം. ക്രിസ്തുവിൻ്റെ സാന്നിധ്യം എൻ്റെ ജീവിതത്തിൽ നിറഞ്ഞു നിൽക്കുന്നതിൻ്റെ അടയാളമാണ്, തെളിവാണ് എൻ്റെ ജീവിതത്തിൽ വന്നു ഭവിക്കുന്ന ഈ ഒരു പുതിയ ജീവിതത്തിൽ തന്നെയുള്ള ആ പ്രശാന്തതയും സമ്പന്നതയും ഉത്സാഹവും സന്തോഷവുമൊക്കെ. പ്രസിദ്ധ ട്രാപ്പിസ്റ്റ് സന്യാസിയായിരുന്ന, എഴുത്തുകാരനും ദൈവശാസ്ത്രജ്ഞനുമൊക്കെ ആയിരുന്ന തോമസ് മെർട്ടൻ്റെ ശ്രദ്ധേയമായ ഒരു പുസ്തകമുണ്ട്. അതിൽ അദ്ദേഹം എഴുതുന്നത് ഇപ്രകാരമാണ്: നത്തിങ് ഡെഡ് that cannot live again in the presence of his spirit. അതായത് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ മരണപ്പെട്ടു പോയതൊന്നും വീണ്ടെടുക്കാനാവാത്ത വിധത്തിൽ അവൻ്റെ മുൻപിൽ ഒന്നുമില്ല. നോ ഹാർട്ട് സോ ഡാർക്ക്. ഒരു ഹൃദയവും ഇങ്ങനെ ഇരുളിലായിരിക്കേണ്ട കാര്യമില്ല. സോ ഹോപ്പ്ലെസ്. നിരാശയിലേക്ക് അവൻ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ എൻ്റെ ജീവിതം നിരാശയിലേക്ക് നിബദിക്കേണ്ട ആവശ്യവുമില്ല. ദാറ്റ് ഇറ്റ് കനോട്ട് ബി എൻലൈറ്റൻഡ് ആൻഡ് ബ്രോട്ട് ബാക്ക് ടു ഇറ്റ് സെൽഫ്, വാംഡ് ബാക്ക് ടു ദ ലൈഫ് ഓഫ് ചാരിറ്റി. ഇങ്ങനെ മറ്റുള്ളവരോടുള്ള കാരുണ്യത്തിലും കനിവിലും വീണ്ടും ഈ ജീവിതം സമ്പന്നമാക്കുവാൻ സാധിക്കുന്ന വിധത്തിൽ അവൻ എന്നോടൊപ്പം ഉണ്ടെങ്കിൽ എപ്പോഴും അത് സാധ്യതമാകും. ദ ന്യൂ മാൻ എന്ന തോമസ് മെർട്ടൻ്റെ പുസ്തകത്തിലാണ് ഇത് പറയുക. നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തുവിൻ്റെ സന്തത സാന്നിധ്യമുണ്ടെങ്കിൽ, അവിടുത്തെ സാമീപ്യം നമുക്ക് അനുഭവവേദ്യമാകുമെങ്കിൽ എല്ലാം എന്നും സുന്ദരമായി, എല്ലാ കാര്യങ്ങളിലും ആ ഉത്സാഹവും ആനന്ദവും നിറഞ്ഞു നിൽക്കുന്ന അനുഭവവും ഉണ്ടാകും.
ലൂക്കായുടെ സുവിശേഷം 13-ാം അധ്യായത്തിൽ ഫലം തരാത്ത അത്തിവൃക്ഷത്തെ പറ്റിയുള്ള ആ വിവരണമുണ്ട്. അവൻ ഈ ഉപമ പറഞ്ഞു: ഒരുവൻ മുന്തിരിത്തോട്ടത്തിൽ ഒരു അത്തിവൃക്ഷം നട്ടുപിടിപ്പിച്ചു. മുന്തിരിത്തോട്ടത്തിലാണ് ഈ അത്തിവൃക്ഷം നട്ടുപിടിപ്പിച്ചിരിക്കുന്നത്. അതായത് എല്ലാവിധ സുരക്ഷിതത്വവും സംരക്ഷണവുമുള്ള ഇടം. മുന്തിരിത്തോട്ടത്തിൽ അവിടെ പരിചരിക്കുവാൻ എപ്പോഴും ഓരോ ചെടിയുടെയും വളർച്ചയും കാര്യങ്ങളുമെല്ലാം ശ്രദ്ധിക്കുവാൻ തോട്ടക്കാരുണ്ട്, ജോലിക്കാരുണ്ട്. മാത്രമല്ല ആവശ്യത്തിന് വെള്ളവും വളവും ഒക്കെ സമയാസമയം ലഭ്യമാകുന്നതിനുള്ള സാധ്യതയുമുണ്ട്. അങ്ങനെ ഒരുവൻ മുന്തിരിത്തോട്ടത്തിൽ ആണ് ഈ അത്തിവൃക്ഷം നട്ടുപിടിപ്പിച്ചത്. അതിൽ പഴമുണ്ടോ എന്ന് നോക്കാൻ അവൻ വന്നു, എന്നാൽ ഒന്നും കണ്ടില്ല. ഫലം കൊടുക്കുക എന്നുള്ളത് ആ നട്ടുപിടിപ്പിച്ച വൃക്ഷം അതിൻ്റെ കടമയാണ്. പക്ഷേ ഇവിടെ ഈ തോട്ടക്കാരൻ, അതിൻ്റെ യജമാനൻ വന്ന് പഴം നോക്കുമ്പോൾ അതിൽ ഫലമൊന്നുമില്ല. ഇത് ഫലം തരാത്ത അത്തിവൃക്ഷമാണ്. യൂസ്ലെസ്നെസ് ഇൻവൈറ്റ്സ് ഡിസാസ്റ്റർ. അതായത് ഫലദായകമായ ജീവിതമല്ലെങ്കിൽ അത് വലിയ ഒരു ദുരന്തത്തിലേക്ക് നമ്മുടെ ജീവിതത്തെ തന്നെ കൊണ്ടുപോകും. ഈ ഒരു യാഥാർത്ഥ്യമാണ് ഈ ഉപമയിലൂടെ നാം മനസ്സിലാക്കേണ്ടത്. എന്തിനാണ് എൻ്റെ ഈ ജീവിതം? മറ്റുള്ളവർക്ക് എൻ്റെ ജീവിതം അനുഗ്രഹപ്രദമായി മാറണം, മറ്റുള്ളവർക്ക് ആശ്വാസമായി മാറണം എൻ്റെ ഓരോ ഇടപെടലും, സംസാരവും, സമീപനവും, പെരുമാറ്റവുമെല്ലാം. ദ പേർപ്പസ് ഡ്രിവൺ ലൈഫ്, വാട്ട് ഓൺ എർത്ത് ആം ഐ ഹിയർ ഫോർ എന്നൊരു പുസ്തകം റിക് വാറൻ എന്ന ഒരു പാസ്റ്ററിൻ്റേതാണ്. യഥാർത്ഥത്തിൽ 25 മില്യൺ കോപ്പികൾ അടിച്ച് വിതരണം ചെയ്യപ്പെട്ട പുസ്തകമാണിത്. അതിൻ്റെ ആദ്യ അധ്യായത്തിൽ തന്നെ റിക് വാറൻ ചോദിക്കുന്ന ചോദ്യം ഇതാണ്: വാട്ട് ഓൺ എർത്ത് ആം ഐ ഹിയർ ഫോർ? എന്തിനാണ് എൻ്റെ ഈ ജീവിതം ഈ ഭൂമിയിൽ? അതിന് അദ്ദേഹം തന്നെ കൊടുക്കുന്ന മറുപടി ഇതാണ്: ഇറ്റ് ഓൾ സ്റ്റാർട്ട്സ് വിത്ത് ഗോഡ്. നമ്മുടെ ജീവിതം ആരംഭിക്കുന്നത്, നമ്മുടെ ജീവിതത്തിൻ്റെ ഉത്ഭവം ദൈവത്തിൽ നിന്ന് തന്നെയാണ്. അവിടെ കൊളോസ്യൻസ് എഴുതിയ ലേഖനത്തിൽ 1-ാം അധ്യായം 16-ാം വാക്യം ഉദ്ധരിച്ചുകൊണ്ട് പറയുക: ഫോർ എവ്രിതിങ്, ആബ്സല്യൂട്ട്ലി എവ്രിതിങ്, എബവ് ആൻഡ് ബിലോ, വിസിബിൾ ആൻഡ് ഇൻവിസിബിൾ, എവ്രിതിങ് ഗോട്ട് സ്റ്റാർട്ടഡ് ഇൻ ഹിം ആൻഡ് ഇറ്റ് ഫൈൻഡ്സ് ഇറ്റ് പേർപ്പസ് ഇൻ ഹിം. എല്ലാറ്റിലും അതിൻ്റെ ഉത്ഭവം, തുടക്കം ദൈവത്തിൽ നിന്നാണ് എന്ന് വ്യക്തമാക്കുന്നു. തുടർന്ന് അദ്ദേഹം പറയുക: യു ആർ നോട്ട് ആൻ ആക്സിഡൻറ്റ്. ഇങ്ങനെ അബദ്ധത്തിൽ വന്നു ഭവിച്ച ഒരു ജീവിതമല്ല എൻ്റെയും നിങ്ങളുടേതും. നമ്മുടെ എല്ലാം ജീവിതം ദൈവത്തിൻ്റെ ആ പദ്ധതി അനുസരിച്ച്, അവിടുത്തെ വിശുദ്ധഹിതമനുസരിച്ച് ഉള്ളതാണ്. എൻ്റെ ഈ ജീവിതം ഇസ് എ പേർപ്പസ് ഡ്രിവൺ ലൈഫ്. ഒരു വ്യക്തമായ ലക്ഷ്യവും ദൗത്യവുമൊക്കെ ആയിക്കൊണ്ടാണ് എൻ്റെ ജീവിതം മണ്ണിൽ ആയിരിക്കുന്നത്. ഇറ്റ് ഓൾ സ്റ്റാർട്ട്സ് വിത്ത് ഗോഡ്. ആ ദൈവത്തിൻ്റെ കാരുണ്യവും കൃപയുമാണ് എൻ്റെ ജീവിതത്തിൻ്റെ തുടക്കമെങ്കിൽ എന്നും ആ കരുണയും സ്നേഹവും ഒക്കെ എൻ്റെ ജീവിതത്തിൽ തുടിച്ചു നിൽക്കണം. അതാണ് ദ പേർപ്പസ് ഡ്രിവൺ ലൈഫ് എന്ന പുസ്തകത്തിൽ അദ്ദേഹം പറയുക. ഈ അത്തിമരത്തിൻ്റെ, ഫലം തരാത്ത അത്തിമരത്തിൻ്റെ ഉപമയിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, എന്നും മറ്റുള്ളവരിൽ നിന്ന് നാം ഇങ്ങനെ സ്വീകരിക്കുകയും എന്നാൽ ഒന്നും നമ്മുടെ ജീവിതത്തിൽ നിന്ന് സമൂഹത്തിലേക്ക് കൊടുക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ അവിടെ എന്തോ വലിയ ഒരു പിശകുണ്ട്. എൻ്റെ ജീവിതം കൊണ്ട് എനിക്ക് ചുറ്റുമുള്ളവർക്ക് അനുഗ്രഹമുണ്ടാകണം, നന്മയായി മാറണം എൻ്റെ ഈ ജീവിതം. മറ്റുള്ളവർക്ക് ആശ്വാസവും, എൻ്റെ സാമീപ്യം കൊണ്ട് മറ്റുള്ളവർക്ക് സാന്ത്വനവും സ്നേഹവുമൊക്കെ പകരുന്ന സമ്പന്നമായ ഒരു ജീവിതമായി മാറ്റണം എൻ്റേത്. ഫലം കൊടുക്കുന്ന അത്തിവൃക്ഷങ്ങളായി തീരണം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം.
എബ്രഹാം ലിങ്കനാണ് ഇപ്രകാരം പറഞ്ഞത്: എൻ്റെ ജീവിതം എപ്പോൾ വേണമെങ്കിലും കടന്നു പോകട്ടെ, പക്ഷേ ഈ ജീവിതയാത്രയിൽ എവിടെയെല്ലാം കളകൾക്കും മുൾച്ചെടികൾക്കും പകരം ഒരു ഫലവൃക്ഷമോ അല്ലെങ്കിൽ ഒരു പൂച്ചെടിയോ നട്ടു വളർത്തിയ മനുഷ്യനായിരുന്നു അയാൾ എന്ന് എന്നെപ്പറ്റി മറ്റുള്ളവർക്ക് പറയാനാകണം. നന്മ വിതച്ച് കടന്നു പോകുന്നതാകണം എൻ്റെ ഈ ജീവിതം. അതാണ് എബ്രഹാം ലിങ്കൻ പറയുക. നന്മ വിതച്ച് മറ്റുള്ളവർക്ക് അനുഗ്രഹമായ ഒരു ജീവിതമാകുമ്പോഴാണ് ഈ മണ്ണിലെ ജീവിതം ഒരു സ്വർഗീയ അനുഭവമായി തീരുക. ഫലം തരാത്ത അത്തിവൃക്ഷത്തിൻ്റെ ആ ഉപമയെ ഒരു രണ്ടാമൂഴത്തിൻ്റെ ഉപമ എന്നുകൂടി പറയാറുണ്ട്. ദ പാരബിൾ ഓഫ് സെക്കൻഡ് ചാൻസ്. കൃഷിക്കാർ വന്ന് ഈ തോട്ടത്തിൻ്റെ ഉടമയോട് പറയുന്ന ഇതാണ്: ഞങ്ങൾക്കൊരു വർഷം കൂടെ തരിക, ഞങ്ങൾ കിളച്ച് വീണ്ടും അതിനു ചുറ്റും വളമിട്ട് വെള്ളമൊഴിച്ച് നോക്കാം. ഇനി ഒരു വർഷം കഴിഞ്ഞ് ഫലം തന്നില്ലെങ്കിൽ അത് വെട്ടി മാറ്റിയേക്കാം. എ സെക്കൻഡ് ചാൻസ്. വീണ്ടും കിട്ടുന്ന ഒരു രണ്ടാമൂഴം. ഈ രണ്ടാമൂഴമാണ് യഥാർത്ഥത്തിൽ നമുക്ക് കിട്ടുന്ന ഓരോ ദിനവും, നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവം സമ്മാനമായി നൽകുന്ന ഓരോ വർഷവും. ഈ രണ്ടാമൂഴത്തിൽ നമ്മുടെ ജീവിതം മറ്റുള്ളവർക്ക് നന്മയായി മാറണം, മറ്റുള്ളവർക്ക് അനുഗ്രഹമായി തീരണം. ഈ ജീവിതം നമ്മുടെ സാന്നിധ്യം കൊണ്ട്, നമ്മുടെ സാമീപ്യം കൊണ്ട് മറ്റുള്ളവർക്കും ആനന്ദത്തിൻ്റെ അനുഭവം കൊടുക്കാനാകണം. എത്രയോ പേരുണ്ട് ഇങ്ങനെ രണ്ടാമൂഴം ലഭിച്ചുകൊണ്ട് അവരുടെ ജീവിതം മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള ഒരു അനുഗ്രഹത്തിൻ്റെ സ്രോതസ്സാക്കി മാറ്റിയവർ, അവരുടെ ജീവിതം ഇങ്ങനെ പൂത്തുലഞ്ഞ് ഫലദായകമായി മാറ്റിയവർ. മോശയുടെ കഥയെടുക്കാം. മോശയുടെ ജീവിതം യഥാർത്ഥത്തിൽ ആ കുഞ്ഞ് പൈതലായിരുന്നപ്പോൾ ജീവിതം പോലും തിരിച്ചു കിട്ടുമോ എന്ന് സംശയിച്ചതാണ്. അങ്ങനെയാണ് അമ്മ ഈ കുഞ്ഞിനെ ഒരു ചുരൽ കൊണ്ടുള്ള തൊട്ടിയിലിട്ട് അതിനെ ആ നദിയിലൂടെ ഒഴുക്കിവിടുന്നത്. അവസാനം ദൈവത്തിൻ്റെ പ്രത്യേകമായ പരിപാലനയിലാണ് ആ രാജകൊട്ടാരത്തിൻ്റെ സുഖസൗകര്യങ്ങളിലേക്ക്, എല്ലാ സൗഭാഗ്യങ്ങളുടെയും നടുവിലേക്ക് ഈ ഒരുപക്ഷെ നഷ്ടപ്പെട്ടു പോയേക്കുമോ, ഈ ജീവിതം തന്നെ നഷ്ടപ്പെട്ടു പോയേക്കുമോ എന്ന് സംശയിച്ചിരുന്ന ആ കുഞ്ഞിനെ ദൈവത്തിൻ്റെ പ്രത്യേകമായ പരിപാലനയാൽ ഇതാ ഈ രാജകൊട്ടാരത്തിൻ്റെ സുഭിക്ഷതയിലേക്ക്, സമ്പന്നതയിലേക്ക് കൊണ്ടുവരിക. ഒരു രണ്ടാമൂഴം ലഭിച്ച തൻ്റെ ഈ ജീവിതം പിന്നീട് ആ ജനതയ്ക്ക് വേണ്ടിയാകുന്നു. അവരുടെ നൊമ്പരങ്ങളും വേദനകളും ഗദ്ഗതങ്ങളും സ്വന്തം പ്രയാസങ്ങളായി തിരിച്ചറിയുകയും അവർക്ക് വേണ്ടിയുള്ള ഒരു ജീവിതമാക്കി മാറ്റുകയും ചെയ്യുന്നു. രണ്ടാമൂഴം നമ്മുടെയും ജീവിതത്തിൽ കിട്ടുന്ന ഓരോ സൗഭാഗ്യവും, നമുക്ക് കിട്ടുന്ന ഓരോ ദിവസവും വർഷവും ദൈവത്തിൻ്റെ കൃപയാണെന്നും ഈ വർഷം നമുക്ക് ഇങ്ങനെ ദൈവം ദാനമായി നൽകുമ്പോൾ അത് മറ്റുള്ളവർക്ക് അനുഗ്രഹമായി മാറണമെന്നും നമുക്ക് പ്രതിജ്ഞാബദ്ധത ഉണ്ടാകണം. വിശുദ്ധ പത്രോസിൻ്റെ ജീവിതം 3 വട്ടം മുന്നറിയിപ്പ് നൽകിയിട്ടും ക്രിസ്തുവിനെ ഉപേക്ഷിച്ച ആ അരുമ ശിഷ്യനോട് ഇങ്ങനെ യേശു ഒരു കരുണാകടാക്ഷം കൊടുക്കുന്നു. ആ മനുഷ്യനത് രണ്ടാമൂഴമായിരുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 21-ാം അധ്യായത്തിൽ വീണ്ടും ആ പഴയ ജോലിയിലേക്ക് പോകുന്നതിനെ പറ്റിയുള്ള വിവരണവുമുണ്ട്. പണ്ടെങ്ങോ ഉപേക്ഷിച്ച് കളഞ്ഞ വലയും എടുത്ത് ആ വഞ്ചിയിൽ കയറി തീരത്ത് നിന്ന് തിരകൾ മുറിച്ച് ആഴക്കടലിലേക്ക് പോയി രാത്രി മുഴുവൻ അധ്വാനിച്ചു. എങ്കിലും അവർക്കൊന്നും കിട്ടിയില്ല. പിന്നീട് യേശുവിൻ്റെ വചനം ശ്രവിച്ചുകൊണ്ട് അധ്വാനിക്കാൻ തുടങ്ങുമ്പോൾ ഇതാ അവിടെ സമൃദ്ധി ഉണ്ടാകുന്നു. രണ്ടാമൂഴം. പിന്നീട് ആത്മാവിൻ്റെ കൃപയിൽ നിറയുമ്പോൾ ഇതാ ഈ മനുഷ്യൻ ഏറ്റവും വലിയ ക്രിസ്തുവിൻ്റെ ശിഷ്യനായി മാറുന്നു. സ്വർണമോ വെള്ളിയോ എൻ വശമില്ല, ഇതാ ഞാൻ എൻ്റെ നാഥനായ ക്രിസ്തുവിൻ്റെ നാമത്തിൽ നൽകുന്നു, എഴുന്നേറ്റ് നിൽക്കുക എന്ന് പറയുമ്പോൾ ആ മുടന്തനായ മനുഷ്യൻ എഴുന്നേറ്റ് നിൽക്കുന്നു, ദൈവത്തെ സ്തുതിച്ചു പാടുന്നു. രണ്ടാമൂഴം. തെറ്റുകൾ ഉണ്ടാകാം, വീഴ്ചകളുണ്ടാകാം, ഉപേക്ഷകൾ വന്നു പോകാം, പഴയ മാർഗത്തിലേക്കൊക്കെ വഴുതി വീണേക്കാം. എങ്കിലും
തിരികെ വരുമ്പോൾ വീണ്ടും ഫലദായകമായി മാറുന്നു ജീവിതം. പൗലോസ് അപ്പോസ്തലൻ്റെ ജീവിതം അതുതന്നെയല്ലേ? ക്രിസ്ത്യാനികളെ വെറുത്തിരുന്ന മനുഷ്യൻ, ക്രിസ്തുവിൻ്റെ നാമം പോലും എതിർത്തിരുന്ന വ്യക്തി, ഇതാ അപ്പോസ്തലന്മാരുടെ നടപടി പുസ്തകം 9-ാം അധ്യായത്തിൽ നാം കാണുന്നത് പോലെ വീണ്ടും ആ ക്രിസ്തുവിലേക്ക് പരിവർത്തന വിധേയനാകുമ്പോൾ ഒരു പുതിയ ജീവിതം, സമ്പന്നമായ മനോഹരമായ ഒരു ജീവിതം. നാം ഏവരും ക്രിസ്തുവിൽ പുതിയ സൃഷ്ടിയാകുന്നു. നമ്മുടെ ജീവിതം വീണ്ടും ആ ക്രിസ്തുവിൻ്റെ കൃപയിലേക്ക് വളരേണ്ടതാണ്. ടോണി ഡിമെല്ലോയുടെ പ്രസിദ്ധമായ പുസ്തകമുണ്ട്, സാധന വേ ടു ഗോഡ് എന്ന പുസ്തകം. അതിൻ്റെ 63-ാം പേജിൽ റിട്ടേൺ ടു ഗാലിലി എന്നൊരു ഭാഗമുണ്ട്. അതായത് ജീവിതത്തിൻ്റെ പ്രയാസങ്ങളുടെ എല്ലാ നിമിഷങ്ങളിൽ വീണ്ടും ഗലീലിയിലേക്ക് തിരിച്ചു വിളിക്കുന്ന മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം 28-ാം വാക്യം വായിക്കുന്ന ആ യേശുവിൻ്റെ വചനങ്ങൾ, അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. റിട്ടേൺ ടു ഗാലിലി, വീണ്ടും ആ ക്രിസ്തുവിൻ്റെ സവിധത്തിലേക്ക്, ആ ഗലീലിയിലേക്ക് തിരിച്ചു വരിക. വീണ്ടും നവീകൃതരായി ഫലസമ്പന്നമായ ജീവിതം, മറ്റുള്ളവർക്ക് വേണ്ടി കൃപകൾ നൽകുന്ന അനുഗ്രഹീതമായൊരു ജീവിതം നയിക്കാനാകുക. ഇതാണ് നമ്മുടെ ജീവിതത്തിൽ ഒരു പുതിയ വർഷം കടന്നു വരുമ്പോൾ, ഓരോ ദിനവും നമുക്ക് ദൈവം സമ്മാനമായി നൽകുമ്പോൾ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നിന്നും ദൈവം പ്രതീക്ഷിക്കുന്നത്. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. സ്നേഹപിതാവായ ദൈവമേ, ഞങ്ങളുടെ ജീവിതവും ജീവിതത്തിലുള്ള സമസ്ത കാര്യങ്ങളും അങ്ങയുടെ കൃപയാണ്. ജീവിതത്തിൽ ഓരോ നിമിഷവും, ഓരോ ദിനവും, ഓരോ വർഷവും അങ്ങയുടെ വലിയ ദാനം തന്നെയാണ്. ഞങ്ങളുടെ ജീവൻ്റെ ആദ്യ സ്പന്ദനം മുതൽ ഓരോ നിമിഷവും അങ്ങയുടെ പരിപാലനയുടെ കരം ഞങ്ങളുടെ ജീവിതത്തെ താങ്ങി നടത്തുന്നു. ഞങ്ങളെ എന്നും നവീകരിക്കുവാൻ ഞങ്ങളെ അങ്ങ് അനുഗ്രഹിക്കുന്നു. എന്നും ആ മാറ്റം ഞങ്ങളുടെ ജീവിതത്തിൽ തുടങ്ങുവാൻ, അങ്ങനെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്ന ആ പരിവർത്തനം ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് തുടങ്ങുവാൻ ഇടയാക്കണമേ. പ്രിയമുള്ളവരെ, ഒരു പുതിയ ദിനം തുടങ്ങുമ്പോൾ ആ പ്രഭാതത്തിൻ്റെ ആദ്യകിരണങ്ങൾ ഇങ്ങനെ നമുക്ക് ചുറ്റും പ്രകാശിക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെയും ഹൃദയത്തെ കൂടുതൽ പ്രകാശമാനമാക്കാം. നമ്മുടെയും ജീവിതം കൂടുതൽ സമ്പന്നമാക്കി മറ്റുള്ളവർക്ക് അനുഗ്രഹമാക്കി മാറ്റാം നമ്മുടെയും ജീവിതം. അതോടൊപ്പം തന്നെ ഒരു വർഷം കൊഴിഞ്ഞു വീഴുകയും പുതിയൊരു വർഷത്തിലേക്ക് നാം പ്രത്യാശയോടുകൂടെ നീങ്ങുകയും ചെയ്യുമ്പോൾ നമുക്ക് തീരുമാനങ്ങളെടുക്കാം. ഒരു പുതിയ ജീവിതം ഇന്ന് ആരംഭിക്കും. ഞാനാകും ഞാൻ ആഗ്രഹിക്കുന്ന മാറ്റത്തിൻ്റെ കാരണക്കാരൻ, തുടക്കക്കാരൻ. അങ്ങനെ ദൈവത്തിൻ്റെ കൃപകളിൽ ആശ്രയിച്ചുകൊണ്ട് ഒരു പുതിയ ജീവിതം നയിക്കുവാൻ നമുക്കും സാധിക്കട്ടെ. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.